2026 മമ്മൂക്കാടേതായിട്ട് ഇനി പുറത്തു വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ്. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇത്രയും കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടല്ലേ, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ബിലാൽ എന്ന സിനിമ അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന എക്കാലത്തെയും സ്റ്റൈലിഷ് ചിത്രമായിരുന്ന ബിഗ് ബി എന്ന സിനിമയുടെ രണ്ടാം ഭാഗം. ഇതിനു വേണ്ടിയുള്ളൊരു കട്ട വെയിറ്റിംഗിലാണ് നമ്മൾ മാത്രമല്ല, സിനിമാ മേഖലയിലുള്ള ആളുകളെല്ലാം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ളൊരു കട്ട വെയിറ്റിംഗിലാണ്. എന്തായാലും ബിലാലിൻ്റെ ഷൂട്ട് തുടങ്ങും എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് മമ്മൂക്കയെ വെച്ചിട്ട് അമൽ നീരദ് ഭീഷ്മ എന്ന് പറയുന്ന സിനിമ എടുക്കുന്നത്. അത് മലയാളത്തിലെ തന്നെ സൂപ്പർ ഹിറ്റ് സിനിമയും കൂടെ ആയിരുന്നു. എന്നാൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കിഡിലൻ അപ്ഡേറ്റ് ഉടൻ തന്നെ വരുന്നു എന്നുള്ളൊരു വാർത്ത, സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അമൽ നീരദ് മമ്മൂക്ക കൂട്ടുകെട്ടിൽ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിലാൽ അല്ല, മറിച്ച് മറ്റൊരു ചിത്രമാണ് എന്നുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് വരുന്നത്. ഇപ്പോൾ മമ്മൂക്ക ഇനിയിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിതീഷ് സഹദേവ്, ഫാലിമി എന്ന സിനിമയുടെ ഡയറക്ടർ നിതീഷ് സഹദേവിൻ്റെ ചിത്രത്തിലാണ് മമ്മൂക്ക എത്താൻ പോകുന്നത്. അതിനകത്തൊരു ഫാൻ മെയ്ഡ് കിഡിലം പോസ്റ്ററും കൂടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ലുക്കിൽ ഈ മച്ചാനിങ്ങനെ വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വേറൊരു വൈബ് തന്നെയാണ് അല്ലേ. 2026 മമ്മൂക്കാടെ ഒരു ടൈമാണ്. ഈ 100 കോടി 200 കോടി 500 കോടി ഇത് കേട്ട് 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 മനുഷ്യൻ മടുത്ത് എന്ന് വേണം പറയാം. ഞങ്ങൾക്ക് ഈ 100 കോടി 200 കോടി 500 കോടി ഒന്നും വേണ്ട. മമ്മൂക്ക എന്ന് പറയുന്ന ഈ 75 വയസ്സുകാരൻ്റെ ഈ സിനിമ, 75 വയസ്സുകാരൻ്റെ ഈ ഒരു അഴിഞ്ഞാട്ടം ഞങ്ങൾക്ക് കാണണം. അത്രയും ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ള, അല്ല തള്ളി 100 കയറ്റാനും 200 കയറ്റാനും നമ്മളാളല്ല. അതൊക്കെ കയറുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അങ്ങോട്ട് കയറിക്കോളും. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കാൻ പോകുന്നു. മമ്മൂക്ക അതിനകത്ത് ഗ്യാങ്സ്റ്ററായിട്ടാണ് എത്തുന്നതെന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖാലിദ് റഹ്മാൻ്റെ മട്ടാഞ്ചേരി മാഫിയ, അതും ഒരു കിഡിലൻ അപ്ഡേറ്റ് തന്നെയാണ്. ആസിഫ് അലിയും നസ്രിനുമാണ് ഈ സിനിമയിലെ മറ്റ് 2 താരങ്ങളായിട്ട് എത്തുന്നത്. ക്യൂബ് എൻ്റർടൈൻമെൻ്റ് ആണ് ഈ സിനിമ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. എന്നാൽ ഇവർ തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൽ ആ സിനിമ ക്യൂബ് ബ്രേക്ക് ചെയ്യും. പകരം ക്യൂബ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു സിനിമ 2026 തന്നെ മമ്മൂക്കായുമായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. ഇനി മമ്മൂക്കാടേതായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ ധനുഷ് നായകനായിട്ട് എത്തുന്ന സിനിമയിൽ മമ്മൂക്ക ഒരു പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്നുണ്ട്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്ക തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. D55 എന്നാണ് ചിത്രത്തിൻ്റെ പേര്. സിനിമയാണ് ഇനി മമ്മൂക്കാടേതായിട്ട് ഇനി തിയേറ്ററിലേക്ക് എത്താനായിട്ടുള്ള ഒരു സിനിമ. മറ്റൊരു ബിഗ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ 6ാം ഭാഗം വരുന്നു എന്നുള്ള, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും റെക്കോർഡ് ഇട്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കെ മധു സംവിധാനം ചെയ്തിട്ടുള്ള CBI സീരീസ്. ആ CBI സീരീസിൻ്റെ 6ാം ഭാഗം ഉടൻ ഉണ്ടാകും എന്ന് അതിൻ്റെ സംവിധായകനായിട്ടുള്ള കെ മധു തന്നെ അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുന്നു. നിതീഷ് സഹദേവിൻ്റെ ചിത്രത്തിൽ മമ്മൂക്കയുടെ ചിത്രത്തിൻ്റെ പേര് മേള എന്നാണ് എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. മമ്മൂക്കയുടെ പഴയ ഒരു സിനിമ ഉണ്ട്, മേള എന്നൊരു സിനിമ. ഒരു പക്ഷേ ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയിൽ നിന്ന് മമ്മൂക്കയുടെ ആ ഒരു സിനിമ കണ്ടു കാണാൻ ചാൻസ് കുറവാണ്. അതിനകത്ത് മമ്മൂക്ക ഒരു സർക്കസുകാരൻ്റെ റോളിലാണ് മേള എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്കകത്ത് എത്തുന്നത്. അപ്പം മേള എന്നാണ് സിനിമയുടെ പേരെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേഷൻ. മഴ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ആഷിറും ഇതിനകത്ത് എത്തുന്നു എന്നുള്ളൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. അപ്പോൾ മമ്മൂക്കയുടേതായിട്ട് വലിയ സിനിമകളാണ് ഇനി തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. ഫാൻസുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള 1-2 സിനിമകൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ മറ്റൊരു ചിത്രമായിട്ടുള്ള പദയാത്രയുടെ ചിത്രീകരണമൊക്കെ പൂർത്തീകരിച്ചു. ആ സിനിമയും ഉടൻ തന്നെ റിലീസിനായിട്ട് എത്തും എന്നാണ് അറിയുന്നത്. അത് ഒരു അവാർഡിന് വേണ്ടിയുള്ള ഒരു ചിത്രമായിട്ടാണ് അത് വരാൻ പോകുന്നത്. 2026-27 മമ്മൂക്കയുടേതായിട്ട് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ തന്നെയാണ്. ഇതിൽ ഒട്ടുമിക്ക ചിത്രങ്ങളും മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പം നമ്മൾ കാത്തിരിക്കുന്നത് നിതീഷ് സഹദേവൻ ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയാണ്. മമ്മൂക്ക ഗ്യാങ്സ്റ്ററായിട്ട് എത്തുമ്പോഴത്തേക്ക് എന്താണ് പ്രേക്ഷകർക്ക് മമ്മൂക്ക ഇനി തരാൻ പോകുന്നത്? ഈ 75 വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടം ഇനി എന്തായിരിക്കും എന്നുള്ളത് നമ്മളിങ്ങനെ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയാണ്. ടർബോ എന്ന സിനിമയിൽ മമ്മൂക്ക അഴിഞ്ഞാടി എന്ന് വേണം പറയാം. കാരണം അതിനകത്ത് മമ്മൂക്ക ചെയ്തിട്ടുള്ള ഫൈറ്റ് രംഗങ്ങളെല്ലാം ഗംഭീരമായിരുന്നു. അത് തിയേറ്ററിൽ നമുക്ക് രോമാഞ്ചമുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. കാരണം ഒരു 75 വയസ്സുകാരൻ എങ്ങനെ ഇപ്പോഴത്തെ പുതിയ തലമുറയെ ഞെട്ടിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു മനുഷ്യൻ സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ. അല്ലെങ്കിൽ സിനിമയെ മമ്മൂക്ക സ്നേഹിക്കുമ്പോൾ ആ സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും വീണ്ടും കൂടുതൽ എന്താ നമ്മൾ ഈ തേക്കും തോറും മിനുങ്ങും എന്ന് പറഞ്ഞ കണക്ക് മമ്മൂക്ക സിനിമയുമായിട്ട് ഇങ്ങനെ അലിഞ്ഞ് ചേർന്നുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ പുതിയ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് നമ്മളും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പം ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. കഴിഞ്ഞ ദിവസം, അതായത് 7ാം ദിവസം ദൃശ്യം 3 200 കോടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിനകത്ത് ഇട്ടത്. എന്നാൽ അതിനുശേഷം പിന്നീട് പല ഫാൻസ് പേജുകളിലും ദൃശ്യം 3 300 കോടിയിലെത്തി, ലോക സിനിമയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു അപ്ഡേഷൻ വന്നത് 178 കോടി 9 ദിവസം കൊണ്ട് നേടിയെന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. സത്യത്തിൽ
എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കും. ഒരു സിനിമ അത്യാവശ്യം തിയേറ്ററിൽ വന്ന് നല്ല രീതിയിൽ പ്രേക്ഷകർ കയറി കളക്ഷൻ കിട്ടിയ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഇട്ട് തള്ളി തള്ളി മറിക്കാനായിട്ട് എന്താണ് ആ ഒരു സിനിമയ്ക്കകത്തുണ്ടായിരുന്നത്? വേണ്ടി കാത്തിരിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.